ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വനിതാ ഷൂട്ടർ മനു ഭാക്കറിനെ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്നയ്ക്കുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താതെ സർക്കാർ. സംഭവം വിവാദമായതോടെ മനു ഭാക്കർ നോമിനേഷൻ നൽകിയിട്ടില്ലെന്ന വിചിത്ര മറുപടിയാണ് ദേശീയ സ്പോർട്സ് ഡേ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അടക്കമുള്ള കമ്മിറ്റിയാണ് മനു ഭാക്കറിനെതിരെ മുഖം തിരിച്ചത്. അതേസമയം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നെന്നും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നുമായിരുന്നു മനു ഭാക്കറിന്റെ അച്ഛൻ രാമകൃഷ്ണയുടെ വെളിപ്പെടുത്തൽ. ഒളിമ്പിക്സിൽ രാജ്യത്തിന് വേണ്ടി 2 മെഡൽ സ്വന്തമാക്കിയിട്ട് പോലും ഖേൽരത്നയ്ക്ക് വേണ്ടി കെഞ്ചേണ്ട അവസ്ഥയാണോ രാജ്യത്തുള്ളത്? ഇങ്ങനെയാണോ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും രാമകൃഷ്ണ ചോദിച്ചു. മനു ഭാക്കറിന്റെ അച്ഛന്റെ പ്രതികരണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഖേൽരത്നയ്ക്കുള്ള അന്തിമ പട്ടിക ആയിട്ടില്ലെന്നും സൂക്ഷ്മ പരിശോധനകൾ നടന്നു വരുന്നതേയുള്ളൂവെന്നും കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. പ്രത്യേകമായി അപേക്ഷിക്കാതെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്ക് ഈ വർഷം ആദ്യം അർജുന അവാർഡ് ലഭിച്ചിരുന്നു. 2020 മനു ഭാക്കറിന് രാജ്യം അർജുന അവാർഡ് നൽകിയതാണ്.